സുനി വിഘ്നാണല്ലോ കാണുന്നത്. തേങ്ങയ്ക്ക് 3 കണ്ണേ ഉള്ളൂ, 4 കണ്ണ് വേണ്ടേ? ശുക്ലാംബരധരം വിഷ്ണു. പച്ചടി തുരയുടെ സദ്യയൊക്കെ കൊള്ളാം. പക്ഷെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിലേ മൊത്തം കളി മാറും. അവന് വട്ടാടാ. ആ നീയല്ലേ കൊണ്ട് ഏർപ്പാടാക്കി കാണിക്കുന്നുണ്ടല്ലേ. ഇയാൾ എന്തെങ്കിലും അലമ്പുണ്ടാക്കിയാലുണ്ടല്ലോ. സാധാരണ വെച്ച കാര്യമൊക്കെ വെടിപ്പാക്കിയിട്ടുണ്ട്. എന്തിനാ ശനി എന്നും വെക്കണത്? പൊന്നെ അത് കണ്ണേറ് മാറാനുള്ള, അതെടുത്ത് കഴിക്കരുത്. അടിപൊളി. 2 പച്ചമുളക് എടുത്ത് ഇവന്റെ കണ്ണിലൂടെ തേച്ചു കൊടുത്തേ. വൈകുന്നേരം പച്ചടി അച്ചാറും കായത്തോരന പോരെ? എന്തെങ്കിലുമൊക്കെ ആയിട്ട് തന്നാ മതി. ആ എന്നാ തുടങ്ങ. എന്നാ പിന്നെ ഉള്ളി അരിയട്ടെ. ഉള്ളി കൊണ്ടുള്ള കായത്തോരൻ ഉണ്ടാക്കുക. കായ അരിയണം. എടാ സാലി, ഒരു 3 രൂപ വഴിയിലും കൂടെ ഇട്ടേക്ക്. കല്യാണം കഴിഞ്ഞാലും കെട്ടിത്തീരോ? തീരും സാറേ. നേരത്തെ വരാനും. ഒളിക്കുമ്പോൾ ഒളിച്ചു ഞാൻ നോക്കുന്ന വഴിവക്കിൽ വെലിക്കൽ നിന്നവളെ ഒരു കിളിച്ചുണ്ടൻ ആ ജയ, ഇവളുടെ ഒടുക്കത്തെ ഒരുക്കം കാരണം അല്ലെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ വന്നാനെ. ചേട്ടന്റെ വയറൊക്കെ പോയി ആളങ്ങ് ടിപ്പായല്ലോ. ആ കുറച്ച് വ്യായാമമൊക്കെ ഉണ്ട്. അപ്പൊ സിക്സ് പാക്ക് ആയാ? ഇല്ല, പാക്ക് അടുത്ത ആഴ്ച എത്തും പറഞ്ഞിട്ടുണ്ട്. എന്നാ അതോടെ ഇരിക്കും. പുതിയതായിട്ടാണല്ലോ. എടാ വന്നോണ്ടിരിക്കാണ് ഒരു 5 മിനിറ്റ്. ആ ഇവിടത്തെ ലൈറ്റ് ഒക്കെ പണിയാണ്, വേഗം വരാൻ നോക്ക്. എടാ വരാണ് 5 മിനിറ്റ്. കട്ട് ചെയ്ത് മണിച്ചേട്ടന്റെ എന്തുവാടാ ഇത്? DJ ലൈറ്റ് ആണോ? DJ ലൈറ്റ്. മിന്നി മിന്നി നിൽക്കും. അതെ മിനി പുതിയത് കൊള്ളാല്ലേ? വലിയ താമസം ഉണ്ടാവില്ല. നമ്മള് കുറെ ലേറ്റ് ആയോ? ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടില്ല. ചീട്ടിറക്കടാ. കുട്ടാപ്പി എടുത്തോണ്ട് പോയി ചീട്ടില്ലടാ, അതിന്റെ പുറകെ ചീട്ടിട്ട് കൊടുക്കാവാ. കുറച്ചുകൂടി കുടിക്കണോ? ആ അതെ. ചേച്ചി ഇടോ ഞാനല്ല ശരി ചെറുക്കണത്. ആ കഴി ചേച്ചി പോക്കോ തുടങ്ങാൻ പോകുന്നില്ല. മറിഞ്ഞു ഒരുമിച്ചാ വന്നേ? ആ അതെ ഒരുമിച്ചാ വന്നേ. ജ്യൂസ് കുടിക്കേ. കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടാളും നേരെ ബാംഗ്ലൂർക്ക് തന്നെയാണോ പോണേ? ആ അതെ. മാമൻ അഞ്ചുടെ കൂട്ടുകാരാ. എന്താ ചേട്ടാ? എടീ ചെറുക്കൻ്റെ വീട്ടുകാർ സാരിയായിട്ട് വരും. ആ അവളോട് സന്തോഷമായിട്ടൊക്കെ സംസാരിക്കാൻ പറയട്ടെ അവരുമായിട്ട്. ജയേട്ടൻ അതൊന്ന് ചിരിച്ചു നിൽക്ക്. അവളുടെ കൂട്ടുകാരൊക്കെ വന്നിരിക്കല്ലേ, അവൾക്ക് കുഴപ്പമൊന്നുമില്ല. കൂട്ടുകാർ ഇത് കഴിയുന്ന ഒരു മനുഷ്യന്. അടുത്ത് കളിക്കല്ലേ? എന്റെ ദൈവമേ, ആഞ്ഞിലിക്കുരു പോലെ ഇരുന്ന പെണ്ണ എന്നെ വളർച്ചത്. അല്ല സ്ത്രീ എവിടെ നിന്ന് വരുവോ? കടുപ്പട്ട് ഇറങ്ങിയൊക്കെ പരിചയം പുതുക്കാൻ ഒരു സെൽഫി എടുക്കാം. ഹായ് മോളു. എന്താ ഡാർലിങ്ങിന്റെ പേര്? അമ്മു. നല്ല പേരാണല്ലോ അമ്മു. അമ്മുവിന് ഞാനൊരു സമ്മാനം തരട്ടെ. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്ന അമ്മു? 4th. ശരി എന്നാ ബൈ മോളു. എടാ സലി, കിരൺ ചേട്ടൻ എന്താ ഇവിടെ? ഞാൻ കല്യാണം കൂടാനായിട്ട്. നിങ്ങളാണ് അടുത്ത പരിപാടി? പിന്നെ ഞാനല്ല ഇതിന്റെ പരിപാടി. ചേട്ടാ ശരിയാണ്. ഞാൻ പോവാറില്ല, ചേട്ടൻ പോവാറില്ല. റജി, ആ ചേട്ടാ, അത് സൂര്യ വിളിക്കുന്നു. ഞാൻ പോയി നോക്കിട്ടെ. അതെ നോക്കിയോളൂ. ആ നീ വന്ന് നീ അവനെ കണ്ടാ? ടീന അകത്ത് അഞ്ജനായിട്ട് സംസാരിച്ചോണ്ട്. അഞ്ജുവിൻ്റെ കൂട്ടുകാരനെന്നാ പറഞ്ഞു. എന്നാലും എനിക്കൊരു സംശയം. ഇപ്പം മറ്റേ അഞ്ജുനെന്തോ അടുപ്പമുണ്ടെന്ന് പറഞ്ഞ്. നല്ല വെളുത്ത് പൊക്കമുള്ള ഒരുത്തനല്ലേ, ഇവനൊന്നും ആവാൻ വഴിയില്ല.
നീ ഒന്ന് പോയി അന്വേഷിച്ച്. എടാ നീ ഇത് എന്ത് തേങ്ങ കാണിക്കുന്നത്? അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറഞ്ഞ പോലെ എനിക്ക് എല്ലാം കൂടി അടിച്ചു പോയേനെ ഇപ്പോ. എടാ സാലി അഞ്ചുന്റെ കുറച്ച് കൂട്ടുകാരികളൊക്കെ വന്നു കേട്ടല്ലോ. നമുക്കൊറ്റ ചാർക്കൊല്ലം ഉണ്ടാ? ആ ഒരെണ്ണുണ്ട്. എങ്ങനെയുണ്ട്? ദേ ആ പുള്ളിനോട് ചോദിച്ചാൽ മതി, നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. ചേട്ടാ പുള്ളിക്കാരൻ കെട്ടാൻ പോണ പെണ്ണാണത്. ആ പെണ്ണിന്റെ കൂട്ടുകാരിയോട് തഞ്ചു. പിന്നെ സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാ. മനസ്സിലായ? ഏകദേശം. ആ കിരൺ ചേട്ടാ, ഇത് ചേട്ടൻ. ഹായ്. റജിയുടെ പേര് അകത്തവര് പറയുന്നുണ്ടായിരുന്നു. ഓ അത് ശരി. ഞാനിവിടെ അപ്പുറത്ത് തന്നെ, ഇവിടുത്തെ മീനാളാണ്. ഏതാ സ്ഥലം? മൊഹമ്മ. അത് ശരി. നമുക്കിവിടെ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട്. ഇന്നിവിടെ ഉണ്ടാവില്ല? ഇന്നിവിടെ നിൽക്കണ കാര്യം ടീന പറഞ്ഞു. ഓ കലക്കി. അടിക്കുവോ? പിന്നെ ചേട്ടാ അടിക്കുമ്പോ നമ്മളെ കൂടെ ഒന്ന് വിളിക്ക്. ഈ 2 ഫുള്ള് വന്നിട്ട് നാട്ടുകാർക്ക് കൂടി ഒഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ സാധനം ചെയ്യത്തില്ല കേട്ടോ. എന്നെ പൊന്നളിയ അളിയ മൊത്തം അടിച്ചു തീർത്തിട്ട് എന്നോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നീ കൂടുതൽ കാര്യമൊന്നും തിരക്കണ്ട. എന്റെ കൂട്ടുകാരെല്ലാം ഇപ്പൊ അവർക്കുള്ള സ്ഥാനമൊക്കെ നീ റെഡിയാക്കി വെച്ചോളും കേട്ടോ. തരുവനെ കാണാം കേട്ടോ. ആശാനെ, ഞാൻ കുറെ നേരമായിട്ട് പറയണത് ഇതൊന്നും നടപടിയാവണ കേസൊന്നുമല്ല. ഈ പച്ചക്കറി ഒന്നും മാറി മേടിച്ചില്ലെങ്കിലേ ഈ ശാമ്പാരം കിമ്പാർത്തും ട്രെയിൻ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ആശം പുള്ളി വിളിച്ച് കാര്യം പറ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പാട്ടിന് കൂട്ടാം. മറ്റടുത്ത കല്യാണം എന്താ സൂര്യ? എന്താണോ ഈ സൂര്യ പറയുന്നത് കേട്ടിട്ട് പച്ചമുളകത്തിന്റെ കണ്ണിലും മൂക്കിലും അണ്ണാക്കിലും തേക്കാൻ തോന്നുന്നുണ്ട്. കട്ടപ്പോകി എന്താണ് പറഞ്ഞു കൊടുക്കണോ? എൻ്റെ പൊന്നു ചേട്ടാ, ഈ പച്ചക്കറി ഒന്നും കാര്യം നടക്കൂല കേട്ടാ. ഈ തക്കാളിക്കൊക്കെ ഉണ്ട് ചീഞ്ഞ മുട്ടയുടെ മണമാണ്. ആ വെണ്ടക്കൊക്കെ പച്ചക്കറിനെ പോലും കൊള്ളൂല. ഇവൻ പിന്നെ നായിക്കെട്ടാണെങ്കിലും തിന്നോളൂ. നിങ്ങളിതൊക്കെ എവിടുന്നാ മേടിച്ചേ? ചന്തയിലെ ബാബുവിന്റെ കടയിൽ. ബാബുവിന്റെ കടയിൽ നിന്ന്. അവന്റെ കടന്ന് ആരെങ്കിലും സാധനം മേടിക്കോ? വന്നിട്ട് ഇത്രയും നേരെ ഒരു ചെറുതരം പോലും ആരുമില്ല. കയ്യാനം നിലത്തിന് ഇവര്. ഓ ചേട്ടനെ ആ ടർപ്പയുടെ പുറകിലേക്ക് വെക്കും. അവിടെ ഉണ്ട് സാധനം. അത് പറ. ജയൻ ചേട്ടാ, ചേട്ടൻ വിചാരിച്ച പോലെയല്ല. അത് നമ്മുടെ അഞ്ചുവിന്റെ കൂട്ടുകാരി കെട്ടാൻ പോണ പയ്യനാണ്. ആ മോമ്മയിലുള്ള ചെക്കനാണ്. അടുത്ത ആഴ്ച വരെ കല്യാണമാണ്. പിന്നെ സൂനി പറഞ്ഞാലും കാര്യമുണ്ട്. ആ തക്കാളി മാറ്റി പുതിയ തക്കാളി വാങ്ങാൻ നോക്ക് കേട്ടോ. എന്റെ സ്വഭാവം അവർക്ക് അറിയില്ല. ചീഞ്ഞ മുട്ടേന്റെ മണം. ആശാനെ, ഈ തക്കാളിക്കൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പൊ എനിക്കൊരു മണം തോന്നുന്നല്ലോ. കേറ്റിയില്ലേ സുനി? എനക്ക് തോന്നില്ല, എനിക്കും തോന്നില്ല. ആ അതാണ്. എന്റെ പൊന്നുള്ള പച്ചക്കറി മുഴുവൻ തിന്ന് തീർത്ത് കഴിഞ്ഞാൽ നാളെ അന്നെ വെട്ടിമുറിച്ച് സാമ്പാർ ഉണ്ടാക്കാൻ കഴിയില്ല. അരിയൻ രണ്ട് ആൾക്കാരെ വിളിച്ചു പോവാ. നശിപ്പിക്കല്ലേ. ചേച്ചി വാ, നിൽക്കുന്ന മൊബൈലുകൾ എടുത്താലോ? ചേട്ടാ എടുത്തരാം. ആഹാ, കോഴിക്കാണോ നിങ്ങൾ തീറ്റോട്ട് കൊടുക്കുന്നത്? ആ നിക്ക്. ആ പോയി കോഴി കിട്ടിയോ? നിന്നെ ശരിയാക്കി തരട്ടോ. എന്റെ സൊസൈറ്റിയിലെ ആൾക്കാരാണ്. ഒന്ന് നന്നായിട്ടൊക്കെ പിടിക്കണേ. ഞാനായിട്ട് ഫോട്ടോ എടുത്തു തരുമോ? ഒരു ഫോട്ടോ എടുത്തു തരുമോ? എന്താടാ ഇപ്പൊ ഫോട്ടോ എടുത്തെടുക്കുന്നില്ലേ? എടുത്തെടുക്കടാ. വാങ്ങിക്കടോ. എടാ മര്യാദക്കൊന്ന് പിടിക്കണോ ലൈറ്റ്? ഈ പുറകിരിക്കുന്ന ചെറുക്കം ഭയങ്കര പിറപ്പാട്ടോ. ഓക്കെ അതുകൊണ്ട് ഇത് ചീഞ്ഞ ക്യാബേജാണെന്ന് തോന്നല്ലേ? ഒരു വല്ലാത്തൊരു ഇത്. അതാണല്ലേ അയാടെ ദുബായി കോഴി ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ. ദുബായിൽ ഇയാൾക്ക് വേറെ ഭാര്യ മക്കളുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും ഇയാൾ ആരാ? പത്മേച്ചിയുടെ ബന്ധത്തിലുള്ളത് ബന്ധുവാന്നാ പറയുന്നത്. ഓ അങ്ങനെ. ശരി ശരി. ചേച്ചി കത്തിക്ക് മുറിയാലാണ് കേട്ടോ, നോക്കണേ. അതെ കോഴി നോക്കണുള്ളൂ കേട്ടോ.
ഏതാനും ഉണ്ടല്ലോ. ഞാൻ വിളിക്കണേ. ഓക്കെ. ഒരു ഹായ് പറഞ്ഞേക്ക്. ഹായ്. ഹായ്. ലൈവ് ലൈവ്. ഇനി നമ്മൾ കലവറയിലേക്ക് അടക്കുകയാണ്. ഇവിടെ ധാരാളം സ്ത്രീകളുണ്ട്. പക്ഷേ കണ്ടുകിട്ടി കല്യാണ വീട്ടിൽ സുന്ദരക്കുട്ടിയെ കണ്ടുകിട്ടി. സൂസി എനിക്ക് മാറു. എന്റെ പേരെന്താ മനസ്സിലായി? ആ കേക്ക് നേരത്തെ മനസ്സിലായി. ദേ, ഇതാണ് സൂസി. ഇപ്പോഴാ ഇത് ആദ്യമൊക്കെ മാറി ഒരു കമ്മമായത്. എന്നതിലേക്ക് ഒന്ന് പറഞ്ഞു തന്നെ. ഞാൻ പറഞ്ഞ മതിയോ? കുറച്ച് മധുരമായ ശബ്ദമാണ് വേണത്, അതുകൊണ്ടാണ് പറഞ്ഞു. ഞാൻ സൂസിയുടെ ഭർത്താവ് സോളമൻ കെപി. മനിയേട്ടാ ഇത് ഇവിടെ എത്തി ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ലൈറ്റ് മൊത്തം പണിയാണ് കേട്ടാ. അയാളാണെങ്കിൽ വൺ ഡേഞ്ചറാണ്. മുത്തയ്യാത്തി മറ്റേ 4ാമത്തെ വീടല്ലേ? വളരെ 4ാമത്തെ വീടല്ലേ? ആ എത്തി ഇതേ മുറ്റത്തെത്തി. ശരി. മരിച്ചോട്ടെ ഒരു കാര്യം പിന്നെ എപ്പോ കത്തിക്കാനാ?